ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കൈ വെച്ച് തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്നത് പോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ചിക്കൻ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നല്ല പൊടിയായി അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഈ ടൈമിൽ സവാള നല്ല പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഉള്ളിയുടെ കളർ ഒന്ന് മാറുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ച മണമൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഉള്ളി എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ആദ്യം ആ സെൻറ്ററിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ളി ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ചിക്കനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്, അത് മറക്കരുത്. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള മുളക് പൊടി മാത്രം ചേർക്കുക. പൊടികൾ ചേർക്കുമ്പോൾ സിമ്മിലാക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി 2 തക്കാളി ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തക്കാളി നമ്മളിങ്ങനെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആവും കിട്ടുക കേട്ടോ. അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചിക്കൻ കറി വെക്കുന്ന സമയത്ത് തക്കാളി ഇങ്ങനെ അരച്ചിട്ടൊന്ന് ചേർത്ത് നോക്കൂ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. തക്കാളിയുടെ കളറൊക്കെ മാറി ഈ ഒരു പരുവാവുന്ന സമയത്ത്
നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് മസാല ആയിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് ഇങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കേട്ടോ. ഇതുപോലെ തന്നെ അടച്ച് വെച്ച് വേവിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഈ ചിക്കൻ പൊരിക്കണതിൻ്റെ പകരമൊക്കെ ഇങ്ങനെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഇന്ന് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക ചെയ്യുക കേട്ടോ. ഈ ടൈമിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലങ്ങനെ കിടന്ന് വെന്താൽ മതി. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറി നല്ല ലൂസായി പോവും. നമ്മളിവിടെ ഒരു കട്ടി ഗ്രേവിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് തിളച്ച് വരണ സമയം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അടപ്പെടുത്ത് അടച്ച് വേവിക്കാം. ഇടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നിട്ടോ. ഇതാണിപ്പോൾ നമ്മുടെ ചിക്കൻ കറിൻ്റെ പരുവം. ഇത് കുറച്ചുകൂടി വെള്ളം വറ്റി ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരും. അതുവരെ നമുക്ക് കുറച്ചുകൂടെ തിളപ്പിക്കാം. ഇനി അടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിച്ചപ്പും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഈസിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.